എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 16 ശ്ലോകം 9, 10, 11, 12, 13, 14, 15, 16 8 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. പരശുരാമൻ 21 വട്ടം ക്ഷത്രിയന്മാരെ മുഴുവനും മൂലത്തോടെ കൊന്നൊടുക്കി എന്ന് പറഞ്ഞു. അതിന്റെ കാരണം എന്താണ് എന്ന് പറയാണ് അടുത്ത ശ്ലോകങ്ങളിൽ. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യൈ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. യേ അർജുനസ്യ സുതാരാജൻ സ്മരന്തഃ സ്വപിതുർവധം രാമവീര്യപരാഭൂതാ ലേഭിരേ ശർമ്മ ന ക്വചിത്. രാജൻ, ഹേ രാജാവേ, രാമവീര്യപരാഭൂതാ, രാമന്റെ വീര്യത്താൽ പരാജിതരായ അർജുനസ്യ യേ സുതാഹ, അർജുനന്റെ യാതൊരു പുത്രന്മാർ സ്വപിതു വധം സ്മരന്ത, തങ്ങളുടെ പിതാവിന്റെ വധത്തെ സ്മരിക്കുന്നവരായിട്ട് ക്വചിത്ത് ഒരു സമയത്തും ശർമ്മ നലേഭിരെ, സുഖത്തെ ലഭിച്ചില്ല. ശിവബ്രഹ്മർഷി പറഞ്ഞു, ഹേ രാജൻ, പരശുരാമനോട് എതിർക്കാൻ കഴിയാണ്ട് ഓടിപ്പോയ കാർത്തവീരാജനന്റെ പുത്രന്മാര്, അവർക്ക് അവരുടെ പിതാവിന്റെ വധത്തെ ഓർത്തിട്ട് അവർക്ക് ഒരു സുഖം ഉണ്ടായിരുന്നില്ല. ഇതിന് എന്തെങ്കിലും ഒരു പ്രതികാരം ചെയ്യാതെ പറ്റില്ല എന്നിങ്ങനെ അവരുടെ മനസ്സിലുണ്ട്. പക്ഷെ ആ സമയത്തൊന്നും പരശുരാമനോട് എതിർക്കാൻ അവർക്ക് പറ്റണില്ല. അതുകൊണ്ട് മാത്രം അവരിങ്ങനെ അടങ്ങിയിരിക്കുകയായിരുന്നു. ഏകദാ ആശ്രമദോ രാമേ സഭ്രാതരിവനംഗതേ വൈരം സിസാധൈഷവോ ലബ്ധഛിദ്രാ ഉപാഗമൻ. ഏകദാ ഒരു നാൾ സഭ്രാതരി രാമേ, ഭ്രാതാക്കളോടുകൂടിയ രാമൻ ആശ്രമത വനം ഗതി, ആശ്രമത്തിൽ നിന്ന് വനത്തെ ഗതനായിരിക്കുമ്പോൾ ലബ്ധഛിദ്ര അവസരം ലഭിച്ചവരും വൈരം സിസാധവേഷവ, വൈരത്തെ സാധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരുമായിട്ട് ഉപഗമിച്ചു. അപ്പൊ ഒരു ദിവസം പരശുരാമനും സഹോദരന്മാരും കൂടി ആശ്രമത്തിൽ നിന്ന് കാട്ടിലേക്ക് പോയി. താക്കം നോക്കിയിരുന്നിരുന്ന ആ പകരം വീട്ടാൻ തരം കിട്ടിയില്ലോ, പകരം വീട്ടാൻ തരം കിട്ടിയ ആ അർജുനപുത്രന്മാര് ജമദഗ്നിയുടെ ആശ്രമത്തിലേക്ക് പ്രവേശിച്ചു. അതേവരെ പരശുരാമനെ പേടിച്ചിട്ട് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ ഇരിക്കുകയായിരുന്നു. അവര് പുറത്തു പോയ തക്കം നോക്കി ആശ്രമത്തിൽ വന്നു. ദൃഷ്ട്വാ അഗ്നികാരാസീനം ആവേശിതധിയം മുനിം ഭഗവത്യുത്തമ ശ്ലോകേ ജഘ്നുസ്തേ പാപനിശ്ചയാത്തെ, പാപം ചെയ്യാൻ ഉറച്ചിരിക്കുന്ന അവര് ഉത്തമ ശ്ലോകേ ഭഗവതി, അവിദ്യാനിവർത്തകനായ ഭഗവാനിൽ ആവേശിതധിയം ഉറപ്പിക്കപ്പെട്ട ബുദ്ധിവൃത്തിയോടുകൂടിയും അഗ്നികാരേ ആസീനം അഗ്നിശാലയിൽ ഇരിക്കുന്നവനുമായ മുനിയെ ദൃഷ്ട്വ കണ്ടിട്ട് ജഘ്നു ആ ഭക്തോത്തമനായിട്ടുള്ള ആ ജമദഗ്നി മഹർഷിയെ കൊല്ലാനാണ് അവർ ഒരുങ്ങിയത്. അങ്ങനെ അവര് ആശ്രമത്തിലെ മുനിയെ തെരഞ്ഞു. അപ്പൊ കണ്ടു അഗ്നിഹോത്രമൊക്കെ ചെയ്ത് ഭഗവാനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് ഇങ്ങനെ കണ്ണടച്ചിരിക്കുക അദ്ദേഹം അഗ്നിശാലയില്. അത് കണ്ട ഉടനെ ആ മുനി അങ്ങോട്ട് വന്നു തല അങ്ങോട്ട് വെട്ടി കൃപണയാ രാമമാത്രാതിദാരുണാ പ്രസഹ്യ ശിര ഉൽകൃത്യ നിന്യുസ്തേ ക്ഷത്രബന്ധവ. കൃപണയാ രാമമാത്ര, ദുഃഖിതയായ രാമമാതാവിനാൽ യാച്യമാന, യാചിക്കപ്പെട്ടവരായിട്ടും അതിദാരുണ, അതിഭയങ്കര കൃത്യം ചെയ്യുന്നവരും ക്ഷത്രബന്ധവ, ക്ഷത്രിയധർമ്മ ശൂന്യന്മാരുമായ തേ അവർ പ്രസഹ്യ ബലാത്കാരേണ ശിരസിനെ ഉൽകൃത്യ ഛേദിച്ചിട്ട് നിന്യു കൊണ്ടുപോയി. ഭർത്താവിനെ വധിക്കാന് വാളുമായിട്ട് വരണ കണ്ടപ്പോ രാമന്റെ മാതാവായിട്ടുള്ള രേണുക ചെയ്യരുതേ, ഈ കഠിന കർമ്മം ചെയ്യരുതേ എന്ന് പിന്നാലെ ചെന്ന് യാചിച്ച് കരഞ്ഞു. പക്ഷെ അതുകൊണ്ടൊന്നും ഫലം ഉണ്ടായില്ല. ആ ഘോര കർമ്മം ചെയ്യാൻ ഒരു മടിയില്ലാത്ത ക്ഷത്രിയ ധർമ്മരഹിതരായിട്ടുള്ള അവര്, അധർമ്മരാണ് അവര്. അതുകൊണ്ടാണ് പരശുരാമൻ അവരെയൊക്കെ വധിക്കാൻ കാരണം തന്നെ. അത് വീണ്ടും അവരിതാ ബലാത്കാരേണ മുനിയുടെ ശിരസിനെ മുറിച്ചങ്ങോട്ട് എടുത്തിട്ട് എന്ത് ചെയ്തു എന്നുണ്ട്, ആ
തല ശിരസ് കൊണ്ട് രാജധാനിയിലേക്ക് അങ്ങോട്ട് പോയി. എന്തൊരു ക്രൂരതയല്ല. രേണുകാ ദുഃഖശോകാർത്ത നിഘ്നന്ത്യാത്മാനമാത്മന രാമ രാമേഹി താതേതി വിജുക്രോശോച്ചകൈ സതി. ദുഃഖശോകാർത്ത സതി രേണുക. ദുഃഖശോകങ്ങളാൽ പീഡിതയും പതിവ്രതയുമായ രേണുക ആത്മാനം നിഘ്നന്തി, കൈകൾ കൊണ്ട് തന്നെ തന്നെ ഹനിക്കുന്നവളായിട്ട് താതാ രാമ രാമ ഏഹി ഇതി, ഉണ്ണി രാമ രാമ വരൂ എന്ന ഉച്ചത്തിൽ വിജുക്രോശ നിലവിളിച്ചു. ഭർത്താവിന്റെ വിയോഗം കൊണ്ടുണ്ടായിട്ടുള്ള ദുഃഖം കൊണ്ട് ഇനി എങ്ങനെയാ ജീവിതം കഴിക്കുക, ഭർത്താവില്ലാതെ ഇനി ജീവിക്കണ്ടേ എന്നുള്ള ആ വിചാരം കൊണ്ട് വളരെ ശോകത്തോടുകൂടി തളർന്നിരിക്കുന്ന ആ പതിവ്രതയായ രേണുക തന്റെ കൈകൾ നെഞ്ചത്തങ്ങോട്ട് ഇടിച്ചു എന്ന് പറഞ്ഞു. 21 പ്രാവശ്യം രാമ രാമ മകനെ വരൂ വരൂ, എവിടെയാ നിങ്ങള്, ഓടി വരൂ നിലവിളിച്ചും കൊണ്ട് കരഞ്ഞുകൊണ്ട് നെഞ്ചത്തിടിച്ചു. തദുപശ്രുത്യ ദൂരസ്ഥോ ഹാ രാമേത്യാർത്തവത്സ്വനം ത്വരയാ ആശ്രമമാസാദ്യ ദൃശ്യേ പിതരം ഹതം. ഹാ രാമ ഇത്, അയ്യോ രാമ എന്നുള്ള തത് ആർത്തവത്സ്വനം പീഡാദ്യോതകമായ ആ ശബ്ദത്തെ ഉപശ്രുത്യ കേട്ടിട്ട് ദൂരസ്ഥ രാമ ദൂരസ്ഥനായ രാമൻ ത്വരയാ ബദ്ധപ്പാടോടുകൂടി ആശ്രമം ആസാദ്യ ആശ്രമത്തെ പ്രാപിച്ചിട്ട് ഹതം പിതരം ഹനിക്കപ്പെട്ട പിതാവിനെ ദൃശ്യെ കണ്ടു. യോ രാമ കഷ്ടം, രാമ വരൂ എന്നുള്ള ദുഃഖസൂചകമായ ശബ്ദം ദൂരത്തുനിന്ന് കേട്ടു. രാമൻ വേഗം ബന്ധപ്പെട്ട് ആശ്രമത്തിൽ വന്ന് നോക്കിയപ്പോ അതാ പിതാവ് മരിച്ച് തലയില്ലാത്ത പിതാവിന്റെ ജഡം കണ്ടു. തദ്ദുഃഖരോഷാമർഷാർത്തിശോകവേഗ വിമോഹിത ഹാ താത സാധോ ധർമ്മിഷ്ഠ ത്യക്ത്വാസ്മാൻ സ്വർഗതോ ഭവാൻ വിലപ്യൈവം പിതുർദേഹം നിധായ ഭ്രാതൃഷു സ്വയം പ്രഗൃഹ്യ പരശും രാമ ക്ഷത്രാന്തായ മനോദധേ. തത് അപ്പോൾ ദുഃഖ രോഷ അമർഷ അർത്തി ശോക വേഗ വിമോഹിത, ദുഃഖം, കോപം, അസഹിഷ്ണുത, ദൈന്യം, ചിന്ത എന്നിവയുടെ ശക്തിയാൽ വിമോഹിക്കപ്പെട്ടവനായിട്ട് ഹാ താത അല്ലയോ പിതാവേ, സാധു ധർമ്മിഷ്ഠ സാധുവും ധർമ്മിഷ്ഠനുമായുള്ളവനെ അസ്മാൻ തെക്ത്വ ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് ഭവാൻ സ്വർഗത അങ്ങ് സ്വർഗത്തെ പ്രാപിച്ചുവോ. ഏവം വിലപ്യ ഇപ്രകാരം വിലപിച്ചിട്ട് പിതു ദേഹം പിതാവിന്റെ ദേഹത്തെ ഭ്രാതൃഷു നിധായ ഭ്രാതാക്കളിൽ സമർപ്പിച്ചിട്ട് സ്വയം താൻ തന്നെ പരശും പ്രഗൃഹ്യ പരശുവിനെ എടുത്തിട്ട് രാമൻ ക്ഷത്രാന്തായ ക്ഷത്രനാശത്തിനായിക്കൊണ്ട് മന ദധേ സങ്കൽപ്പിച്ചു. പിതാവിന്റെ മരണത്തിലുള്ള ആ ദുഃഖം, പിന്നെ ഇവര് ചെയ്ത അപരാധം കൊണ്ടുള്ള ദേഷ്യം, അത് സഹിക്കാൻ പറ്റണില്ല. ഇങ്ങനെ ഇത്രയും ക്രൂരത അവര് ചെയ്തില്ലേ. പക്ഷെ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് കുറച്ചു നേരത്തേക്ക് ആ ഭഗവാനായിട്ടുള്ള ആ പരശുരാമന് തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, ഇതികർത്തവ്യാമൂഢനായിട്ട് നിൽക്കാന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇങ്ങനെ അന്താളിച്ച് കുറച്ചു നേരം ഇരുന്നു എന്നാ പറയണത് രാമൻ. അത് കഴിഞ്ഞിട്ട് അസഹ്യമായിട്ടുള്ള ദുഃഖം, കുറച്ചു നേരം കരഞ്ഞു. അല്ല, ആ കഷ്ടം പിതാവേ, ധർമ്മിഷ്ഠനും സാധുവുമായിട്ടുള്ള അങ്ങ് ഞങ്ങളെ ഉപേക്ഷിച്ച് അങ്ങ് സ്വർഗത്തിലേക്ക് പോയില്ലോ എന്നൊക്കെ പറഞ്ഞ് കുറച്ചു നേരം കരഞ്ഞു. അവസാനം എന്താ നിശ്ചയിച്ചു, ഇതിന് പകരം വീട്ടണം. അവരെ ആ ക്ഷത്രിയ കുലത്തെ മുഴുവൻ നശിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചുകൊണ്ട് ആ പിതാവിന്റെ ശരീരത്തെ സഹോദരന്മാരെ ഏൽപ്പിച്ച് മഴ എടുത്തുകൊണ്ട് ആ മാഹിഷ്മതിയിലേക്ക് അങ്ങോട്ട് പോവാണ് രാമൻ. അർജുനപുത്രന്മാരുടെ ശിരസ്സുകളൊക്കെ അങ്ങോട്ട് മുറിച്ച് മല പോലെ കൂട്ടിന്നാ പറയണത്. പിന്നെ ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.